CPM നേതാവ് പി ജയരാജനും ഇപ്പോൾ അറസ്റ്റിലായ ക്രിമിനൽ അർജുൻ ആയങ്കിയും ആലിംഗനബദ്ധരായി നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുമ്പോഴേ അറിയാം ഈ ചിത്രം വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന്. അതായത് അർജുൻ ആയങ്കി എന്ന വ്യക്തിയുമായി യാതൊരു സൗഹൃദവും സ്നേഹവും ഒന്നും തനിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പി ജയരാജൻ ഒരു പോസ്റ്റും ഇട്ടു. ഈ ചിത്രത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇടതു കൈയിലെ തള്ളവിരൽ 27 വർഷം മുമ്പ് RSSകാർ ഒരു തിരുവോണനാളിൽ വെട്ടി എടുത്തതാണ്. ആ വിരൽ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ചിത്രം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പി ജയരാജൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഇത് വ്യാജമായി നിർമ്മിച്ച ചിത്രം തന്നെയാണ്. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. കൃത്യമായി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് പി ജയരാജനും അർജുൻ ആയങ്കി എന്ന ക്രിമിനലും ആലിംഗനബദ്ധരായി നിൽക്കുന്ന ചിത്രം വ്യാജം തന്നെയാണ്. പി ജയരാജന് ഒപ്പം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സത്യവുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മനു തോമസ് ഇട്ട ഒരു പോസ്റ്റുണ്ട്. മനു പഴയ DYFI പ്രവർത്തകനും നേതാവും ഒക്കെ തന്നെയാണ്. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ, പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അർജുൻ ആയങ്കിയെ പോലെ, അർജുൻ ആയങ്കിക്ക് സമാനമായി അർജുൻ ആയങ്കിയും ഒക്കെ തന്നെ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിന് മുകൾ നിലയിലായിരുന്നു താമസം. പല പല ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക്, ആളുകളെ തല്ലാൻ, പാർട്ടിക്കാരെ അടക്കം തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് ഒക്കെ തന്നെ പി ജയരാജന് വേണ്ടി സൈബർ ആക്രമണം മാത്രമല്ല, അല്ലെങ്കിൽ പി ജയരാജന് സൈബർ സ്തുതിഗീതങ്ങൾ പാടുന്നത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്കും അവിടെ നേതൃത്വം കൊടുക്കുകയും അതുപോലെ അതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തത് പി ജയരാജൻ എന്ന നേതാവാണ് എന്നുള്ള പരാതിയും ആരോപണവുമൊക്കെ വ്യാപകമായി അന്നും ഇന്നും നിൽക്കുകയാണ്. സഖാക്കൾ പോലും അത് പറയുന്നുണ്ട്. അപ്പം അത്തരക്കാരുടെ ഗുണ്ടകളായി, പിണിയാളുകളായി, റാൻമൂളികളായിട്ടാണ് ഈ അർജുൻ ആയങ്കിയും കൂട്ടരും അതുപോലെ നിരവധി ഗുണ്ടാ പ്രവർത്തകർ, കലാപകാരികൾ, അക്രമകാരികളൊക്കെ തന്നെ CPMനും പി ജയരാജനും ഒപ്പം ചേർന്നത് എന്നാണ് പി ജയരാജൻ്റെ പേര് പറയാതെ കഴിഞ്ഞ ദിവസം മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കഴിഞ്ഞ ദിവസം അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുപോകുന്ന എല്ലാ നേതാക്കളും വിവിധ ചാനലുകളിൽ ഇരുന്ന് പി ജയരാജൻ്റെയും തുടർന്ന് CPMലെ പല പ്രമുഖരായ നേതാക്കളുടെയും ഒക്കെ ഗുണ്ട ബന്ധങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ വാതോരാതെ സംസാരിക്കുകയാണ്. CPMന് വേണ്ടി കൊല്ലാനും തല്ലാനും ഗുണ്ടാപ്രവർത്തനം നടത്താനും, അല്ലെങ്കിൽ CPMനകത്ത് തന്നെ നേതാക്കളെ തല്ലാനും കൊല്ലാനും ഒക്കെ തന്നെ നിരവധി ആളുകൾ സ്വന്തം ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗുണ്ടകൾക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഗുണ്ടകളെ വച്ചുപൊറപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അവർക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ട് അവരെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പല CPM വിട്ട നേതാക്കളും ആധികാരികതയോടെ പറയുന്നത്. അവർക്കങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരിപ്പോൾ CPMലില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഒന്നും പിൻബലവുമില്ല. അവരൊക്കെ സാധാരണക്കാരായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം NV ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ KC ഉമേഷ് ബാബു തുടങ്ങിയ ആളുകളൊക്കെ വിവിധ ചാനൽ ചർച്ചകളിൽ ഈ നേതാക്കളും പ്രത്യേകിച്ചും പി ജയരാജൻ, MV ജയരാജൻ, പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾക്കൊക്കെ ഈ ഗുണ്ടാസംഘങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ അവർക്കറിയാം എന്ന് ചൂണ്ടിക്കാട്ടിയതുമാണ്. മാത്രമല്ല, ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന വ്യക്തി റെഡ് വോളണ്ടിയർ വേഷത്തിൽ കണ്ണൂർ ജില്ലയുടെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിന്നത്, അതുപോലെ തന്നെ സഖാവാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതുപോലെ വിശദീകരണങ്ങൾ, റെഡ് വോളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ, അതുപോലെ എത്രയോ വർഷങ്ങളായി ഇദ്ദേഹം അതുപോലെ താൻ വേറെ പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് താൻ ഒരു പ്രത്യേകമായ പാർട്ടിയുടെ CPMൻ്റെ ആളാണ് എന്ന സൂചന നൽകിക്കൊണ്ട് പലപ്പോഴും അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പ്രഖ്യാപനങ്ങൾ നടത്തിയതും ഒക്കെ തന്നെ നമുക്കറിയുകയും ചെയ്യാം. പി ജയരാജൻ കാണിച്ച ഈ ചിത്രം വ്യാജമാണ്. പക്ഷേ പി ജയരാജൻ എന്ന സഖാവുമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അർജുൻ ആയങ്കിക്കും ചില ഗുണ്ടാ നേതാക്കൾക്കുമുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാട്ടിൽ പാട്ടായി നിൽക്കുകയാണ്. നമ്മളാരും പറയുന്നതല്ല, ഞങ്ങൾ അത് അനുകൂലിച്ച് പറയുന്നതുമല്ല. പക്ഷേ പഴയ സഖാക്കൾ തന്നെ അത് വിലയിരുത്തുമ്പോൾ പി ജയരാജൻ അതിൽ കൂടി ഒരു വിശദീകരണം നൽകേണ്ടതാണ്. താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന 6-7 കൊല്ലം അല്ലെങ്കിൽ 7-8-9 കൊല്ലം അവിടെ എന്താണ് നടന്നത്? ഈ നേതാക്കളെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ഗുണ്ടാ നേതാക്കളെയൊക്കെ തന്നെ തീറ്റിപ്പോറ്റുകയായിരുന്നു. ഇവർ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത്, അതായത് CPMനെതിരെയും CPMലെ പല നേതാക്കൾക്കെതിരെയും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സൈബർ ആക്രമണം നടത്തി താങ്കൾക്ക് സ്തുതിഗീതങ്ങൾ പാടുന്നത്, പി ജയരാജൻ സ്തുതിഗീതങ്ങൾ പാടുന്നത് ആര് പറഞ്ഞിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പി ജയരാജൻ മറുപടി പറയേണ്ടി വരും പലരോടും.
ഞങ്ങളോട് ആരോടും പറയണ്ട, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും കേരളത്തിലെ പാർട്ടി സഖാക്കളോടുമൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് കൃത്യമായി കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചാലും മതിയാകും. ചിത്രം വ്യാജമാണ്, അത് കൃത്രിമമായി സൃഷ്ടിച്ചത് തന്നെയാണ്. പക്ഷേ അർജുൻ ആയങ്കിയുമായുള്ള പി ജയരാജൻ്റെ ആത്മബന്ധം ഇവിടെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നുകൂടി ബഹുമാനപ്പെട്ട പി ജയരാജൻ സഖാവ് പറഞ്ഞു തരണം.